ചോറുണ്ടാത്തത്? ഓ, എനിക്ക് മതിയം. എടാ, ഈ വെയിലും കൊണ്ട് കറങ്ങി നടക്കാതെ നേരത്തിനും കാലത്തിനും വീട്ടിൽ വന്ന് വല്ലതും വയർ നിറച്ച് കഴിക്കും. ഇത് എന്നാ കൂട്ടാ? അവൻ ചോറൊന്നുമല്ലയോ? ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ട് അവൻ ഉണ്ടാ മതി. എഴുന്നേക്കടാ. എന്താ നീ ആ നായർ പെണ്ണെ കെട്ടാൻ പോവാ? ചോദിച്ചത് കേട്ടില്ലേ? കെട്ടാൻ പോവാണോ എന്ന്? അശ്വതി എന്താ സ്ത്രീയല്ലേ? അതടി കരിയ. എല്ലാത്തിനും ഞാൻ കൊല്ലും. എടാ, നീ ആ പെണ്ണെ കെട്ടിക്കൊണ്ട് ഇവിടെ വന്നാ അന്ന് ഞാൻ ഈ വീടിന് തീ വയ്ക്കും. ചേട്ടാ, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് DYSP ആയിട്ട് ചേട്ടൻ പ്രൊമോഷൻ കിട്ടിയത്. അതിന്റെ ഉപകാരസ്മരണയ്ക്ക് ഒരു പാട്ട് കുർബാന ചൊല്ലിക്കണം. അമ്മയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ. സൗകര്യപ്പെട്ടാൽ ഞാൻ അടുത്ത ആഴ്ച വരാം. നിർത്തട്ടെ? എന്താ അച്ഛൻ ചേട്ടനോട് എന്റെ കാര്യം പറഞ്ഞോന്നറിയാൻ വന്നതാ. അവനിവിടെ വന്നിരുന്നു. പക്ഷേ ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ തരപ്പെട്ടില്ല. അച്ഛൻ കപ്പ്യാരെ വിട്ടൊന്ന് വിളിപ്പിച്ച് സംസാരിച്ചാൽ? നീ അങ്ങനെ തിടുക്കപ്പെട്ടുകൊണ്ടൊന്നും കാര്യമില്ല. പ്രത്യേകിച്ചും പീറ്ററിന്റെ കാര്യത്തിൽ നേരവും പ്രകൃതവും ഒക്കെ നോക്കി പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ വിപരീത ഫലം ഉണ്ടായെന്ന് വരും. അത് ശരിയാണ് അച്ചു. ഏതായാലും ഈ വസ്തുവിന്റെ പ്രശ്നം ഒന്ന് കഴിയട്ടെ. അപ്പൊ അവനൊന്ന് തണുക്കും. എന്നിട്ട് ഞാൻ അവനോട് ഇക്കാര്യം പറയാം. എന്താ? അത് മതി അച്ചു. നീ ഇവിടെ? അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. എന്തിന്? എന്തിനാണ് ചോദിച്ചത്? കുമ്പസാരിക്കാൻ. പള്ളിമേടയിൽ വെച്ചാണോടെ കുമ്പസാരിക്കുന്നത്? എടീ, നിന്നെ വീട്ടിൽ നയിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനാണ്. പഠിത്തം കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയിക്കണം. മനസ്സിലായോ? പോ. അപ്പോ അച്ഛൻ ചേട്ടനോട് ഇതുവരെ ഇക്കാര്യം പറഞ്ഞില്ല അല്ലേ? ഇല്ല. ഇനി നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. ഞാൻ ഇന്ന് തന്നെ അച്ഛനോട് സംസാരിക്കും. അച്ഛൻ സമ്മതിക്കുമോ? സമ്മതിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോരും. നീ എന്റെ കൂടെ വരും. ജോൺ എവിടേക്ക് വിളിച്ചാലും ഞാൻ വരാം. എങ്കിൽ ആലിസ് വീട്ടിലേക്ക് പോയിക്കോളൂ. നമ്മുടെ വിവാഹം തീരുമാനിച്ചതിന് ശേഷമേ നാളെ ഞാൻ നിന്നെ കാണും. കൊള്ളാം. കുളിമ്പമ്പിൽ തന്നെയാണല്ലോ കയറി പിടിച്ചിരിക്കുന്നത്. എടി പെണ്ണേ, അവനെ ചാക്കോ മുതലാളിയുടെ മകനാ. എനിക്കറിയാം. ഓഹോ, അപ്പൊ അറിഞ്ഞുകൊണ്ട് ആരംഭിച്ച കൃഷിയാണല്ലേ ഇത്? കൊയ്യാൻ ഞാനോട് സഹായിക്കാം. എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഇത് ശവപ്പെട്ടി. നീ അങ്ങനെ അങ്ങ് പോയാലോ? കയ്യിന്ന് വിട്. വിടാൻ. നീ പൊയ്ക്കോ. ഇതുപോലെ പല ഉണ്ണിയാർച്ചമാരെയും കണ്ടവനാടി ഈ ഉണ്ണി. ആലീസിനെ വിവാഹം കഴിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അച്ചായൻ അത് നടത്തി തരണം. പീറ്ററിന്റെ പെങ്ങളാണ് ആലീസ് എന്നൊരു മനപ്രയാസമേ എനിക്കുള്ളൂ. പക്ഷെ സാരമില്ല, ഒരുപക്ഷെ ഈ വിവാഹം കൊണ്ട് അവന് നല്ല ബുദ്ധി ഉണ്ടായെന്ന് വരും. അച്ചായ, എനിക്ക് അപ്പനില്ലാത്ത ദുഃഖം പരിഹരിച്ചത് അവിടെ നിന്നാണ്. ഇപ്പൊ എനിക്ക് അപ്പം മാത്രമല്ല, ദൈവം കൂടി അവിടെ നിന്നാണ്. മോനെ, നിന്റെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ നീ തിരഞ്ഞെടുത്തു. അത് നടത്തി തരേണ്ടത് എന്റെ കടമയാണടാ. അച്ചായ, ഇനി ഞാൻ എന്റെ ഒരാഗ്രഹം പറയട്ടെ. എന്താണ് അച്ചായ? നമ്മളും ഉണ്ണിയും ചേർന്നാണ് റബ്ബർ ഫാക്ടറി തുടങ്ങാൻ പോകുന്നത്. നീയും ജപ്പാനിൽ പോയി ഒരു 3 മാസത്തെ പരിശീലനം കഴിച്ചു വന്ന ശേഷം അതിന്റെ ചുമതല ഏറ്റെടുക്കണം. നിനക്ക് വിസമ്മതമില്ലെങ്കിൽ നീ പോയി വന്നതിന് ശേഷം വിവാഹം നടത്തിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മതി അച്ചായ. നീ മാത്രമായിട്ടൊരു തീരുമാനം എടുക്കണ്ട. ആലീസിനോട് കൂടെ ചോദിച്ചോളൂ. അവൾക്കും
അത് സന്തോഷമായി. എങ്കിൽ ഉടനെ നിന്റെ യാത്രയ്ക്ക് ഏർപ്പാട് ചെയ്യാം. ശരി അച്ഛാ. മോനെ, എന്റെ മോൻ വിവാഹം കഴിക്കുമ്പോ അവനൊരു പദവിയിലിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അച്ഛായ,